സ്നേഹരാഗം ഭാഗം 45. പ്രഭാവതി അർജുനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? താൻ സ്വപ്നം കാണുകയാണോ എന്നവർക്ക് തോന്നി. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അർജുനെ കണ്ടപ്പോൾ ചന്ദ്രനും ഒന്നമ്പരന്നു. കാരണം ഇരുവരും അർജുൻ്റെ വരവ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അർജുൻ ഒരു നിമിഷം മുറ്റത്ത് തന്നെ നിന്നു. പിന്നെ അകത്തേക്ക് കയറി. അവന് പ്രഭാവതിയെ നോക്കിയപ്പോൾ സങ്കടം തോന്നി. താൻ പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അമ്മ ക്ഷീണിച്ചു പോയെന്ന് അവന് തോന്നി. അമ്മേ, അവൻ പതിയെ വിളിച്ചു. പ്രഭാവതിക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ചായി. അവർക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടിയില്ല. താൻ കാരണമാണ് അർജുൻ പോയത് എന്ന കുറ്റബോധം പ്രഭാവതിയിൽ നിറഞ്ഞു നിന്നു. 2 ദിവസമായി അർജുൻ അമ്മയെ കാണാൻ വരണമെന്ന് വിചാരിക്കുന്നു. കീർത്തനയോട് അക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഞാനൊന്ന് പോയി വരാം എന്നും പറഞ്ഞാണ് അർജുൻ അവിടെ നിന്നും ഇറങ്ങിയത്. അമ്മയാകെ ക്ഷീണിച്ചു പോയല്ലോ, അർജുൻ പ്രഭാവതിയോട് പറഞ്ഞു. നിനക്ക് സുഖമാണോടാ മോനെ? അവർ തിരിച്ചു ചോദിച്ചു. ഉവ്വമ്മേ, അവൻ പറഞ്ഞു. നിന്നെയൊന്ന് കാണണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അവർ പറയുമ്പോൾ വാക്കിൽ ഒരു സങ്കടം ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നീ വാ, അകത്തേക്കിരിക്കാം, അർജുനോടവർ പറഞ്ഞു. അർജുൻ ഹാളിലേക്ക് കയറി സോഫയിലിരുന്നു. തൻ്റെ വീട്ടിൽ ഒരു അപരിചിതത്വം അവന് ഫീൽ ചെയ്തു. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവനരികിലായി പ്രഭാവതിയും ഇരുന്നു. നീ പോയതിൽ പിന്നെ എന്തെല്ലാമാണ് ഉണ്ടായതെന്ന് നിനക്കറിയോ? പ്രഭാവതി പറഞ്ഞു തുടങ്ങി. എന്താണ് അമ്മ പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയിൽ അവൻ പ്രഭാവതിയെ നോക്കി. ഞാൻ കാരണമാണ് നന്ദനയെ നീ ഒഴിവാക്കിയത്. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഞാൻ നിന്നോട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കുകയായിരുന്നു. അവളുടെ MDയുടെ മകൻ ഹോസ്പിറ്റലിൽ വന്നു എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ബാക്കിയെല്ലാം ഞാനും പൂജയും കൂടി പറഞ്ഞുണ്ടാക്കിയതാണ്. അവർ പറഞ്ഞപ്പോൾ ചന്ദ്രന് ശരിക്കും വിശ്വസിക്കാനായില്ല. പ്രഭാവതി ഇങ്ങനെ കുറ്റമേറ്റു പറയുമെന്ന് അവർ കരുതിയിരുന്നില്ല. പ്രഭാവതി സ്വയം കുറ്റപ്പെടുത്തി. അർജുൻ അമ്പരന്ന് നിൽക്കുകയാണ്. അമ്മയ്ക്ക് ശരിക്കും കുറ്റബോധമുണ്ടെന്ന് അവന് തോന്നി. പിന്നെ നീ അറിയാത്തൊരു വിശേഷം കൂടിയുണ്ട്. നീ ഒരു അച്ഛനായിരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ നന്ദന ഗർഭിണിയായിരുന്നു. അവർ നേരിയതിൻ്റെ തുമ്പാൽ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ അത് കേട്ടപ്പോൾ സ്തംഭിച്ചു നിന്നുപോയി. അവന് ഭൂമി കീഴ്മേൽ മറയുന്നത് പോലെ തോന്നി. അമ്മ വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് എന്നാണ് അവൻ ആദ്യം കരുതിയത്. അമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നത്? സ്ഥലകാലബോധമില്ലാതെ അവൻ ചോദിച്ചു. അമ്മയ്ക്ക് തെറ്റു പറ്റിപ്പോയടാ. എനിക്കതിൽ നല്ല വിഷമമുണ്ട്, അവർ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. പ്രഭാവതിക്ക് ആകെ ഒരു തളർച്ച തോന്നി. മോനെ എന്നും വിളിച്ചുകൊണ്ട് അവർ വീണുപോയി. അർജുൻ ചാടിയെഴുന്നേറ്റ് അമ്മയെ താങ്ങി പിടിച്ചു. ചന്ദ്രൻ അവരുടെ അടുത്തെത്തിയിരുന്നു. ചന്ദ്രനും അർജുനും കൂടി ഇരുവശവും പിടിച്ചുകൊണ്ട് പ്രഭാവതിയെ മെല്ലെ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കിടത്തി. ചന്ദ്രൻ കൂടെ കയറി. പ്രഭാവതിയുടെ തല മടിയിൽ വെച്ചു. അർജുൻ കാറെടുത്തു. കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. പ്രഭാവതിയെ നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ ICUയിലേക്ക് മാറ്റി. ഇത്തിരി ഗുരുതരമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അർജുൻ ICUവിന് മുന്നിലുള്ള കസേരയിലിരുന്നു. ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ വന്നുപോയി. താൻ ആദ്യമായി നന്ദനയെ പെണ്ണ് കാണാൻ പോയതും അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതും മേപ്പാട് തറവാടിലേക്ക് അവളെ കൊണ്ടുവന്നതും എല്ലാം അവൻ ഓർത്തു. കീർത്തനയെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ താൻ നന്ദനയോടൊപ്പമായിരിക്കുമെന്ന് അവൻ വെറുതെ മനസ്സിലോർത്തു. അവന് ആലോചിക്കുന്തോറും മനസ്സിൽ ഒരു ആധി നിറഞ്ഞു. അമ്മ എന്തെല്ലാമാണ് പറഞ്ഞത്? നന്ദന ഗർഭിണിയാണെന്നോ? അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തെന്നോ? ഒന്നും അവന് മനസ്സിലായില്ല. ഓരോന്നോർത്തപ്പോഴാണ് കീർത്തനയെ വിളിച്ച് ഇക്കാര്യമെല്ലാം ഒന്ന് പറയണം എന്നവന് തോന്നിയത്. അവൻ ഫോണെടുത്ത് അവളെ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ ഫോൺ എടുത്തില്ല. രണ്ടാമത്തെ ബെല്ലടിച്ചപ്പോൾ അവൾ ഫോണെടുത്തു. അർജുൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പ്രഭാവതിയുടെ ആരെങ്കിലും ഉണ്ടോ? ഒരു നഴ്സ് പുറത്തേക്ക് തലനീട്ടി. മെഡിസിൻ വാങ്ങിക്കണം എന്നു പറഞ്ഞപ്പോൾ അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് നഴ്സിൻ്റെ കയ്യിൽ നിന്നും മെഡിസിൻ എഴുതിയ കടലാസും വാങ്ങി നടന്നു. എന്നാൽ അർജുൻ വിളിച്ച സമയത്ത്
കീർത്തന രഞ്ജിത്തിൻ്റെ കൂടെയായിരുന്നു. ആദ്യം അർജുൻ വിളിച്ചപ്പോൾ അവൾ കരുതിയത് അവൻ വീട്ടിലെത്തിയിട്ടാകും വിളിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാഞ്ഞതും. കീർത്തന ഫോൺ വെച്ച് രഞ്ജിത്തിൻ്റെ നെഞ്ചിൽ കിടന്നു. അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. വേഗം പോണം എനിക്ക്. ശ്രീമോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തണം, അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. വേഗം ഡ്രസ്സ് മാറി അവിടെ നിന്നും ഇറങ്ങി. നന്ദന ഉമ്മറത്ത് നിൽക്കുമ്പോഴാണ് ദേവൻ പടികടന്ന് നന്ദനയുടെ വീട്ടിലേക്ക് വന്നത്. ദേവനെ കണ്ടപ്പോൾ നന്ദനയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അവൾ അവനെ ദിനവും പ്രതീക്ഷിക്കാറുണ്ട്. കുഞ്ഞുറക്കമാണോ? ദേവൻ ചെരുപ്പഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. ഉവ്വ്, ദേവേട്ടൻ കയറിയിരിക്കൂ, അവൾ പറഞ്ഞു. ദേവൻ ഉമ്മറത്തേക്ക് കയറി കസേരയിലിരുന്നു. അമ്മയും നീതുമോളും എവിടെ? അവൻ ചോദിച്ചു. അമ്മ അടുക്കളയിലുണ്ട്, നീതു കോളേജിൽ പോയി, അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കി. അമ്മേ, ദേവേട്ടൻ വന്നിരിക്കണു, അവൾ വിളിച്ചു പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അനിത ഉമ്മറത്തേക്ക് വന്നു. അനിത കയ്യിൽ കരുതിയിരുന്ന ചായയെടുത്ത് ദേവന് നേർക്ക് നീട്ടി. ദേവൻ ചിരിയോടെ ചായ വാങ്ങി കുടിച്ചു. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ഉള്ളപ്പോൾ പറയാമെന്നാണ് കരുതിയത്, ദേവൻ പറഞ്ഞു തുടങ്ങി. എന്തേ എന്ന ഭാവത്തിൽ അനിത അവനെ ഒന്ന് നോക്കി. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു. അവിടെ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ മാരേജ് നടത്തണം. പിന്നെ നമ്മുടെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടും. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നന്ദുവിനെ ലീഗലായി തന്നെ എൻ്റെ ഭാര്യയാക്കണം. പിന്നെ പാസ്പോർട്ടിൽ പേരും ചേർക്കണം. നന്ദുവിനെയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ പറഞ്ഞപ്പോൾ നന്ദനയും അനിതയും ഒന്നമ്പരന്നു. താൻ കേൾക്കുന്നതെല്ലാം സത്യമാണോ എന്ന് അനിതയ്ക്ക് തോന്നി. പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണം. ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് രജിസ്റ്റർ ഓഫീസിൽ നോട്ടീസും പതിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും അനുകൂലമായി തന്നെ നടന്നു. അമ്പലത്തിൽ മാലയിട്ട് നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണം. അവൻ പറഞ്ഞു നിർത്തി നോക്കിയത് നന്ദനയുടെ മുഖത്തേക്കായിരുന്നു. അവൻ്റെ കണ്ണിൽ പ്രണയത്തിൻ്റെ ഇളകിമറയുന്ന ആഴക്കടലിനെ അവൾ തിരിച്ചറിയുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അവളറിയാതെ നിറഞ്ഞു. അവൻ പറയുന്ന ഓരോ വാക്കും അവൾ ആസ്വദിക്കുകയായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ദേവനോടുള്ള ഇഷ്ടം നിറഞ്ഞു നിന്നു. നന്ദന ദേവൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. അനിതയും തൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി വരുമെന്ന പ്രതീക്ഷയിലാണ്. അത് അവരെ സന്തോഷവതിയാക്കി. ദേവൻ യാത്ര പറഞ്ഞു പോയിട്ടും അനിത അതേപ്പറ്റി തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. നീതു കോളേജിൽ നിന്ന് വന്നപ്പോഴും അനിത ദേവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നലെ മുതൽ ICUവിന് മുന്നിൽ ഒരേ ഇരിപ്പ് ഇരിക്കുകയാണ് അർജുൻ. പുലർച്ചെയാണ് ഒന്ന് മയങ്ങിയത്. എതിർവശത്ത് ചന്ദ്രനും ഇരിപ്പുണ്ട്. ചന്ദ്രന് കസേരയിൽ ഒരേ ഇരിപ്പിരിക്കാൻ പറ്റാത്തതിനാൽ അർജുൻ റൂമെടുത്തിട്ടുണ്ടായിരുന്നു. പുലർച്ചെയായപ്പോഴാണ് അയാളും ICUവിന് മുന്നിലെത്തിയത്. ചന്ദ്രന് കാൽ തൂക്കിയിട്ട് ഒരുപാട് നേരം ഇരുന്നാൽ കാലിൽ നീര് വരാൻ തുടങ്ങും. റൂമിൽ കുറച്ചു നേരം കിടന്നപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. അച്ഛാ, ഞാൻ പോയി ചായ വാങ്ങിക്കൊണ്ടുവരാം. അതുവരെ അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നേക്കണേ, അവൻ പറഞ്ഞുകൊണ്ട് ഫ്ലാസ്കുമായി നടന്നകന്നു. അർജുൻ വന്നതുകൊണ്ട് കൃത്യമായി പ്രഭാവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് അയാൾ ഓർത്തു. കസേരയുടെ പുറകിലേക്ക് തല ചായ്ച്ച് അയാൾ കിടന്നു. അർജുൻ വന്നപ്പോൾ ചന്ദ്രൻ മയക്കത്തിലാണ്. അച്ഛാ, ഇതാ ചായ, അവൻ അയാളുടെ അരികിൽ ചെന്ന് പതിയെ വിളിച്ചു. ചന്ദ്രൻ എഴുന്നേറ്റ് നേരെയിരുന്നു. അർജുൻ ഫ്ലാസ്കിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് ചന്ദ്രനു നേരെ നീട്ടി. അയാൾ അത് വാങ്ങി പതിയെ ഊതി കുടിച്ചു. അർജുൻ അയാൾക്കരികിലിരുന്നു. വിവേകിനെയും പൂജയെയും അറിയിക്കണ്ടേ അച്ഛാ, അവൻ ചോദിച്ചു. പൂജയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൾ രാവിലെ എത്തും. വിവേകിനോടും നീയൊന്ന് പറഞ്ഞോളൂ, അയാൾ പറഞ്ഞു. പ്രഭാവതിക്ക് ക്രിറ്റിക്കലാണ് എന്നാണ് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞത്. ഒരു മേജർ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അർജുനെ റൂമിൽ വിളിച്ചിരുത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ ആകെ വിറങ്ങലിച്ചിരുന്നു പോയി. അച്ഛനോട് എങ്ങനെ ഇക്കാര്യം പറയുമെന്നാണ് അർജുൻ ആലോചിച്ചത്. ഡോക്ടറുടെ മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവന് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു.
അവന് എന്തൊക്കെയോ വന്നു ചേർന്ന പോലെയുള്ള ഒരു ഭാവമായിരുന്നു. ചന്ദ്രൻ അരികിലേക്ക് നടക്കുമ്പോൾ അർജുൻ്റെ ഹൃദയം ശബ്ദത്തോടെ മിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി എന്താകും സംഭവിക്കുക എന്നറിയണമെങ്കിൽ സ്നേഹരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.